ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും. ഒരു വ്യക്തി ഒരു ഹാർട്ട് അറ്റാക്കായി ആശുപത്രിയിൽ പോകുമ്പോൾ പലപ്പോഴും ഒരു ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയാറുണ്ട്. നമുക്കിന്ന് ആൻജിയോഗ്രാം എന്താണെന്ന് നോക്കാം. എപ്പോഴാണ് ഒരു ആൻജിയോഗ്രാം വേണ്ടി വരുന്നത്? ഏറ്റവും പ്രധാനമായി ഒരു ആൻജിയോഗ്രാമിന് മുമ്പേ ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റാണ് കൊറോണറി ആൻജിയോഗ്രാം. നമുക്കറിയാം, ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ രക്തധമനികൾ പെട്ടെന്ന് ക്ലോട്ടായി അടയുകയും അത് കാരണം രക്തസഞ്ചാരമില്ലാതെ നെഞ്ചുവേദന വരുന്നു, ഹാർട്ട് മസിലിന് ഡാമേജ് വരുന്നു. ഇതാണ് ഹാർട്ട് അറ്റാക്ക്. ഇത്തരം അവസരത്തിൽ ബ്ലോക്ക് ഉണ്ടോ, എവിടെയാണ് ആ ബ്ലോക്കിനെ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ശസ്ത്രക്രിയയ്ക്കാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ആൻജിയോഗ്രാം വേണ്ടത്? ഏറ്റവും പ്രധാനമായി നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കായി വരുന്ന ഒരവസരത്തിൽ നെഞ്ചുവേദനയായിട്ടൊരു വ്യക്തി വരുന്നു. ആ സമയത്ത് നമുക്ക് ഒന്നുകിൽ ECGയിൽ നിന്നും അല്ലെങ്കിൽ കാർഡിയാക് എക്കോയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ട്രോപ്പോണിൻ ബ്ലഡ് ടെസ്റ്റിൽ നിന്നും ഈ വ്യക്തിയുടെ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് കാരണമാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാം. അതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ബ്ലോക്ക് തുറന്ന് രക്തസഞ്ചാരം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ചികിത്സ. ഈ സാഹചര്യത്തിലാണ് സാധാരണയായി ആൻജിയോഗ്രാം വേണ്ടി വരുന്നത്. അതേ തുടർന്ന് പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടി വരാറുണ്ട്. മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു. വെറുതെ ഇരിക്കുന്ന ECGയിൽ മാറ്റമില്ല. അപ്പോൾ ഈ വേദന വരുന്നത് ഹാർട്ടിലെ ബ്ലോക്ക് കൊണ്ടാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാനായി ആൻജിയോഗ്രാം ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഡയറക്റ്റായിട്ട് ഒരു ആൻജിയോഗ്രാമിന് വിടാറില്ല. പലപ്പോഴും അവർക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ TMT ടെസ്റ്റ് ആണ് നിർദ്ദേശിക്കുന്നത്. ട്രെഡ്മിൽ മെഷീൻ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മൾ ജിമ്മിലും മറ്റും ഓടാനും സ്പീഡിൽ നടക്കാനും ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ECG ചെയ്തുകൊണ്ട് ട്രെഡ്മില്ലിൽ ഒരു വ്യക്തിയെ സ്പീഡായിട്ട് നടക്കാൻ വയ്ക്കുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, അധികമായി രക്തസഞ്ചാരം ഹൃദയമാംസപേശികൾക്ക് വേണ്ടി വരുന്നു. ഈ ഒരു അവസരത്തിൽ ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ECGയിൽ പുതിയ മാറ്റങ്ങൾ കാണുകയും ഈ ഒരു വ്യക്തിയുടെ നെഞ്ചുവേദന ഹാർട്ടിലെ ബ്ലോക്ക് മൂലമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ECGയിൽ അങ്ങനെ പുതിയ മാറ്റം കണ്ടാൽ നമ്മൾ TMT ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയുന്നു. TMT ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്ക് ആൻജിയോഗ്രാം നിർദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരു ആൻജിയോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കാർഡിയാക് കത്തീഡ്രൈസേഷൻ ലാബ് അല്ലെങ്കിൽ കാത്ത് ലാബ് എന്ന് വിളിക്കുന്ന എക്സ്റേ ഘടിപ്പിച്ച ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഒരു രോഗിയെ കിടത്തിയ ശേഷം ഒരു വളരെ നേരിയ ഒരു ട്യൂബ് കാലിലെയോ കയ്യിലെയോ കുഴലിലൂടെ ഹാർട്ട് വരെ കടത്തിവിടുകയും അതിലൂടെ ഒരു റേഡിയോ കോൺട്രാസ്റ്റ് ദ്രാവകം ഇഞ്ചക്റ്റ് ചെയ്ത് എക്സ്റേക്കടിയിൽ ഹാർട്ടിൻ്റെ കുഴലുകളുടെ പടമെടുക്കുന്നതാണ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഏതാനും 20-30 മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു മൈനർ ഓപ്പറേഷൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാർഡിയാക് കത്തീഡ്രൈസേഷൻ ലാബിലാണ്. ഇതാണ് അതിനുള്ള എക്സ്റേ മെഷീനും നിങ്ങൾ ആ കാണുന്നത് ഒരു വ്യക്തിയുടെ ആൻജിയോഗ്രാമാണ്. ഈ പ്രൊസീജിയറിന് തൊട്ട് മുമ്പായി ആ കുഴൽ കടത്തിവിടുന്ന ഏരിയയിൽ നമ്മൾ മരവിപ്പിക്കാനായിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെറുതായിട്ട് സെഡേഷന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നത് കാരണം പലപ്പോഴും ആൻജിയോഗ്രാമിൻ്റെ സമയത്ത് ഒരു വ്യക്തിക്ക് വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാറില്ല. അടുത്തത്, എന്താണ് ആൻജിയോപ്ലാസ്റ്റി? എപ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോഴാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും 1-2 കുഴലുകൾ കംപ്ലീറ്റ് ആയിട്ടോ ഭാഗികമായിട്ടോ അടഞ്ഞിരിക്കാം. ആ കുഴലിനെ തുറക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ഒരു വയറ് കടത്തി വിടുകയും ആ വയറിലൂടെ ഒരു ബലൂൺ കൊണ്ടുപോയി ചുരുങ്ങിയിരിക്കുന്ന കുഴലിനെ നമ്മൾ ആദ്യം തുറക്കുന്നു. ഇതിന് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. പണ്ട് ഇത്രയുമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അപ്പം മനസ്സിലാക്കി ആ ബലൂൺ അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോൾ പലപ്പോഴും ആ കുഴൽ വീണ്ടും ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെൻറ്റ് വെക്കുന്നത്. സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഫൈനായിട്ടുള്ള ഒരു മെറ്റൽ ട്യൂബാണ്.
അത് ആ ബലൂണ് മാറ്റിയ ശേഷം അതേ വയറിലൂടെ കടത്തിവിടുകയും ആ സ്റ്റെൻറ്റിനെ അവിടെ വികസിപ്പിച്ച് ആ രക്തക്കുഴലിനെ തുറന്നു വെൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ സ്റ്റെൻറ്റ് പയ്യെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇതാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. പ്രധാനമായും ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്താണ് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്നത്. ഇനി TMT പോസിറ്റീവായ ഒരു വ്യക്തി ആൻജിയോഗ്രാം ചെയ്യുന്നു. ആൻജിയോഗ്രാമിൽ ബ്ലോക്കുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ആ ഒരു അവസരത്തിലും ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരാം. എപ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്നത്? 70% മുകളിൽ ബ്ലോക്കുള്ള അവസരത്തിലാണ് സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്നത്. കാരണം പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് 70% കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കാരണം താഴേക്കുള്ള രക്തസഞ്ചാരം കുറയുമെന്നും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ഇതിനകത്ത് ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ട് പറയുകയാണ് ഈ ബ്ലോക്ക് 80% ഉണ്ട്. വേറൊരു കാർഡിയോളജിസ്റ്റ് പറയുന്നു ഇത് 60% ഉള്ളൂ. 90% മുകളിലാണെങ്കിൽ എല്ലാവരും ഓക്കെ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയും. സോ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ബ്ലോക്കിന് ആൻജിയോപ്ലാസ്റ്റി വേണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കാനുള്ള ന്യൂനതമായ മറ്റു ടെസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു ടെസ്റ്റാണ് FFR അഥവാ ഫ്രാക്ഷണൽ ഫ്ലോ റിസർവ് എന്ന് പറയുന്നു. അത് ഒരു പ്രഷർ വയറ് ഈ ബ്ലോക്കിന് താഴെ കടത്തിവിടുകയും ഒരു പ്രത്യേക രീതിയിൽ ഈ ഉള്ള ബ്ലോക്ക് കാരണം രക്തസഞ്ചാരം കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതുകൂടാതെ മറ്റു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുഴലിനുള്ളിൽ പോയി കാണാൻ പറ്റുന്ന ക്യാമറകൾ, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അഥവാ IVUS എന്ന് വിളിക്കുന്ന അൾട്രാസൗണ്ട് ക്യാമറ, OCT അഥവാ ഒപ്റ്റിക്കൽ കോഹിയറൻസ് ടോമോഗ്രഫി എന്ന് വിളിക്കുന്ന ഇൻഫ്രാറെഡ് ക്യാമറയും മറ്റും നമുക്ക് ഈ വയറിലൂടെ തന്നെ ഉള്ളിലേക്ക് കടത്തിവിട്ട് എവിടെയാണ് ബ്ലോക്ക്, എത്ര കഠിനമായ ബ്ലോക്കാണ്, ഇതിന് സ്റ്റെൻറ്റ് വേണോ, എന്ത് വലിപ്പമുള്ള സ്റ്റെൻറ്റ് വേണം എന്നെല്ലാം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. പ്രമേഹ രോഗികൾക്ക് കാൽഷ്യം അടിഞ്ഞ് പലപ്പോഴും വളരെ കഠിനമായ ബ്ലോക്കുകൾ കാണാറുണ്ട്. ഈ കാൽഷ്യം ഉള്ളത് കാരണം സ്റ്റെൻറ്റ് ഘടിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരാം. ആ അവസരത്തിൽ ഈ കാൽഷ്യത്തിനെ ഡ്രിൽ ചെയ്ത് കളയാനായിട്ട് ഒരു മൈക്രോ ഡ്രിൽ ഉപയോഗിക്കാം. അതിന് റൊട്ടേഷണൽ അത്തറക്ടമി എന്നും മറ്റും പറയും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആൻജിയോഗ്രാമിനെയും ആൻജിയോപ്ലാസ്റ്റിയെയും കുറിച്ച് മനസ്സിലാക്കി, ഒരു രോഗി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനമായിട്ട് രോഗി അറിഞ്ഞിരിക്കേണ്ടത് എന്തിനാണ് ആൻജിയോഗ്രാം വേണ്ടതെന്നാണ്. ഒരു ഹാർട്ട് അറ്റാക്കായി വരുമ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ പറയുന്നത് ഇത് വേണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലരും ഇത് എന്താണെന്ന് അറിയാത്തത് കാരണം ഇത് ചെയ്യാനായിട്ട് മടിക്കുകയും അത് കാരണമുള്ള ഭയം കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കുഴൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഹാർട്ട് മസിൽ ഡാമേജ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസരത്തിൽ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്തുള്ള റിസ്ക്കും ബെനിഫിറ്റും നമ്മൾ സംസാരിച്ചു. സെഡേഷനും മറ്റും കൊടുക്കുന്നത് കാരണം പ്രത്യേകിച്ച് വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ തോന്നാറില്ല. എന്നിരുന്നാലും ഏതൊരു ശസ്ത്രക്രിയയ്ക്കും അതിൻ്റേതായ റിസ്ക്കും ബെനിഫിറ്റുമുണ്ട്. ആൻജിയോഗ്രാമിൻ്റെ സമയത്തിൽ താളവ്യത്യാസങ്ങൾ വരാം, ബ്ലഡ് പ്രഷർ ഫ്ലക്ച്വേഷൻസ് വരാം. അങ്ങനെ ചെറിയ കോംപ്ലിക്കേഷൻസ് വളരെ റെയറായിട്ട് സംഭവിക്കാം. അതിനെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം.